ഏട്ടാ എങ്ങനെയുണ്ടായി അജ്മലിന്റെ വീഡിയോ? വീഡിയോ ഇട്ടതിന്റെ ദിവസം കച്ചവടം കൂടിയതാണ്, കുറവൊന്നുമില്ല. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഒറ്റക്ക് കഴിയാതുകൊണ്ട് പിറ്റേസം ലീവാക്കേണ്ടി വന്നു. അതാണ് സംഭവം. ക്ലോസ് ചെയ്താ കാണാൻ പിറ്റേ ദിവസം മോശമായിക്കാൻ വേണ്ടി നടക്കാനായിരുന്നില്ല. അപ്പൊ ശരിട്ടാ. ഓക്കെ. അപ്പോൾ ഇതാണ് ചന്തുവേട്ടൻ്റെ ചായക്കട. നമ്മുടെ ഫുഡ് ബ്ലോഗർ ഉണ്ടല്ലോ അജ്മൽ ചൂരി, ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ചന്തുവേട്ടനെ കുറിച്ചിട്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്തായാലും പോകണം. കാരണം കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലും ഉണ്ട്, പക്ഷെ ഭയങ്കര ഡെപ്തുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമുക്കൊരു ടച്ച് ചെയ്യുന്ന വീഡിയോ, എന്താണെന്നറിയില്ല. അപ്പം അങ്ങനെ പോകണമെന്ന ആഗ്രഹത്തിൽ ഞങ്ങൾ പോയതാണ്. അപ്പം പോകുമ്പോഴത്തേക്കും ഈ വീഡിയോനെ കുറിച്ചിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ടും ചന്തുവേട്ടന് ഒരുപാട് പറയാനുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം തന്നെ ഒരുപാട് പേര് രാവിലെ 5 മണിക്കൊക്കെ ആൾക്കാർ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ കാസർഗോഡുകാരുടെ ആ ഒരു ചേർത്ത് നിർത്തലുണ്ടല്ലോ, അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സ്കൂൾ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ മുമ്പ് അധികം നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുട്ടികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കുള്ള ആ സന്തോഷം എല്ലാം എന്താ പറയുക, ആ ഒരു നന്മയുണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിൽ. അജ്മൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ചെയ്തത്. അജ്മൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു ഒരു ഉദാഹരണമാണ് ഇത് കേട്ടോ. അപ്പം കേട്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അപ്പം ഞങ്ങളും വന്നു, അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ തന്നെ വരിക കേട്ടോ. കാരണം ചൂട് പൊറോട്ടയും സാമ്പാറൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Keep in touch. Bye.